ക്ഷേത്രങ്ങൾ LKG ക്ലാസ് പോലെയാണ്. പുറമേ നമ്മൾ കെട്ടിയുണ്ടാക്കുന്ന ക്ഷേത്രങ്ങൾ എല്ലാം പ്രതീകാത്മകമാണ്. അതായത് ക്ഷേത്രത്തിൽ പോകുന്നതിന് ചില പ്രത്യേക രീതികളുണ്ട്. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് വൃത്തിയായ വസ്ത്രം ധരിച്ച് മത്സ്യമാംസങ്ങളും മദ്യവും ലഹരി പദാർത്ഥങ്ങളും ഉപേക്ഷിച്ച് സാത്വിക ഭക്ഷണം കഴിച്ച് നല്ല നല്ല ചിന്തകളോടെയും നല്ല വാക്കുകളും മന്ത്രങ്ങളും ഉച്ചരിച്ച് അങ്ങനെ ഗുരുക്കന്മാർ പറഞ്ഞു തന്ന പഞ്ചശുദ്ധിയും പഞ്ചധർമ്മവും അനുഷ്ഠിച്ച് വേണം ക്ഷേത്രത്തിൽ പോകാൻ എന്ന് സാരം. ദൈവത്തെ അറിയണമെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നാണ് ഈ ആചാര അനുഷ്ഠാനങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. LKG, UKG തുടങ്ങി PhD വരെ പഠിക്കുന്നത് പോലെ ക്ഷേത്രങ്ങളെല്ലാം ദൈവത്തെ അറിയാനുള്ള ആദ്യ പടികളാണ്. അതായത് LKG ക്ലാസ്. ഒരു ഭക്തൻ ഇങ്ങനെ വ്രതശുദ്ധിയോടെ ക്ഷേത്രത്തിൽ പോകുന്നത് ആ പ്രതിഷ്ഠയിൽ ഒളിഞ്ഞിരിക്കുന്ന തത്വം എന്താണെന്ന് മനസ്സിലാക്കി അതിലൂടെ തൻ്റെ ആത്മീയ അന്വേഷണത്തിൻ്റെ അടുത്ത തലത്തിലേക്ക് ഉയരാൻ വേണ്ടിയാണ്. വെറും പൂജയും വഴിപാടുമായി തീരേണ്ടതല്ല ക്ഷേത്രങ്ങൾ, മറിച്ച് അവയെല്ലാം അറിവിൻ്റെ കേന്ദ്രങ്ങളായി മാറണം. പ്രപഞ്ചധർമ്മം, സനാതനധർമ്മം സംരക്ഷിക്കേണ്ടത് ക്ഷേത്രങ്ങളുടെ ചുമതലയാണ്. ഇന്നലകളിലും ഇന്നും നാളെകളിലും ഒരുപോലെ സത്യമായി മാറ്റമില്ലാതെ നിലകൊള്ളുന്നത് എന്താണോ അതാണ് സനാതനം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് പോലെ ക്ഷേത്രങ്ങൾ ധനസമ്പാദനത്തിനുള്ള മാർഗമല്ല. എവിടെ ധനം കുമിഞ്ഞുകൂടുന്നുവോ അവിടെ നാശം സംഭവിക്കും. ക്ഷേത്രങ്ങളിൽ വന്നു ചേരുന്ന ധനം ധർമ്മ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കണം എന്നാണ് ഗുരുക്കന്മാർ പറഞ്ഞിരിക്കുന്നത്.